വെൽക്കം ബാക്ക് ടു സിവിൽ ടെക് S7 BTech ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. These are the contents of module 1. Need for safety, safety and productivity, definitions, accidents, injury, unsafe act, unsafe condition, dangerous occurrence, reportable accidents, theory of accidents cautions, safely organization, objectives, types, function, role of management, supervisors, workman, union, government, and voluntary agencies in safely policy, safety officer responsibilities, authority, safety committee need type advantages. First of all, safety and industrial safety. Safety is very important aspect for any industry as an accident-free work environment boosts the morals of the team members working in any hazardous situation. സേഫ്റ്റി എന്ന് പറയുന്നത് ഏതൊരു ഇൻഡസ്ട്രിയിൽ എടുത്താലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. ഈ ആക്സിഡൻറ്റ്സ് ഫ്രീ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് കോൺഫിഡൻസ് കൂടുകയും അതുപോലെ തന്നെ അവരുടെ മനോധൈര്യം കൂടുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം അത് കാണുന്നത് അവിടുത്തെ പ്രൊഡക്ഷനിലായിരിക്കും. അതുപോലെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ മാനേജ്മെൻറ്റ് ഓഫ് ഓൾ ഓപ്പറേഷൻസ് ആൻഡ് ഇവൻറ്റ്സ് within industries in order to protect its employees and assets by minimizing hazards, risks, accidents and near misses. അപ്പോൾ ഇൻഡസ്ട്രിയിലെ സേഫ്റ്റി എന്ന് പറയുന്നത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻഡസ്ട്രിയിൽ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുവാണ്, അത് ഒബേ ചെയ്യുവാണെങ്കിൽ അവിടെ വരുന്ന ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ പറ്റും. ആക്സിഡൻറ്റ്സ് കുറച്ചാൽ ഓഫ് കോഴ്സ് എന്തായാലും അവിടുത്തെ പ്രൊഡക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഹസാർഡേഴ്സിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മൊഡ്യൂളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമുക്ക് ഈ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ എവരി ഇയർ എടുക്കുകയാണെങ്കിൽ മില്യൺസ് ഓഫ് ആക്സിഡൻറ്റ്സ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ മില്യൺസ് ഓഫ് ആക്സിഡൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ ടൈം ഒരുപാട് ലോസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മാനവേഴ്സിൽ ഒരുപാട് ലോസ് സംഭവിക്കുന്നുണ്ട്. മെഷീൻ അവേഴ്സ് അതും ഒരുപാട് ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സേഫ്റ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ്സ് കൂടും, പ്രൊഡക്ഷൻസ് കുറയും. ഓക്കെ, അതുപോലെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുന്ന സമയത്ത് ഡിസൈൻ്റെ സേഫ്റ്റി, എക്യുപ്മെൻ്റ് ഇൻസ്റ്റാളേഷൻ, ഇതൊക്കെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നോക്കേണ്ടത്. എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ സേഫ് പ്രാക്ടീസസ്. ഓക്കെ, സേഫായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അവർക്കൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇപ്പം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ക്ലാസ് ഒക്കെ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ദെൻ എൻലിസ്റ്റ്മെൻറ്റ് മീൻസ് ഇറ്റ് കൺസേൺസ് ദ ആറ്റിറ്റ്യൂഡ് ഓർ അറൗസ് ദ ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് ദ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ ആൻഡ് സേഫ്റ്റി കോൺഷ്യസ്നസ്. ആൻഡ് എൻകറേജ്മെൻറ്റ് മീൻസ് ഇറ്റ്സ് എ മോട്ടിവേഷൻസ് ഫോർ obeying rules and regulations. Needs for safety. First one, to prevent accidents in the industrial by reducing the hazard to minimum. അപകടം ഉണ്ടാകുന്ന സാധ്യതകൾ നമ്മൾ കുറയ്ക്കുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ആക്സിഡൻസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ടു എലിമിനേറ്റ് ആക്സിഡൻറ്റ്സ് ദറ്റ് കോസ് വർക്ക് സ്റ്റോപ്പേജ് ആൻഡ് ലോസ് പ്രൊഡക്ഷൻസ്. അപ്പോൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനിൽ ലോസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ആക്സിഡൻറ്റ്സ് എല്ലാം നമ്മൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സേഫ്റ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു അച്ചീവ് ലോവർ വർക്ക്മാൻസ് കോമ്പൻസേഷൻ, ഇൻഷുറൻസ് റേറ്റ്സ് ആൻഡ് റെഡ്യൂസസ് ഓൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ്സ്. നമുക്ക് ലേബേഴ്സിന് കൊടുക്കുന്ന ഈ ഒരു നഷ്ടപരിഹാരം എന്ന് പറയത്തില്ലേ, സോ എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ അതുപോലെ ഇൻഷുറൻസിൻ്റെ റേറ്റ്സ് ഇവയെല്ലാം നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അല്ലാത്ത രീതിയിലുള്ള ചിലവുകളും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം റെഡ്യൂസ് ചെയ്യണം. Then to prevent the loss of life, permanent disabilities and the loss of income of workers by eliminating causes of accident. ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഡെത്ത് സംഭവിക്കാം, ഇല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഒക്കെ സംഭവിക്കാം. അപ്പോൾ ആ സമയത്ത് ആ ലേബറിൻ്റെ വന്നുകൊണ്ടിരിക്കുന്ന ഇൻകമാണ് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സേഫ്റ്റി കൊടുക്കാം. സേഫ്റ്റി അതിനും യൂസ്ഫുള്ളാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തൊക്കെ സാഹചര്യത്തിലാണ് ഈ സേഫ്റ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ സേഫ്റ്റി കാരണം എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞു പോകുന്നത്. ടു ഇവാലുവേറ്റ് എംപ്ലോയീസ് മോറൽ ബൈ പ്രൊമോട്ടിംഗ് സേഫ് വർക്ക് പ്ലേസ് ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ.
പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ലേബേഴ്സിന് അവിടെ കോൺഫിഡൻസ് കൂടും. അപ്പോൾ ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ വർക്കിൽ തന്നെ കാണാൻ പറ്റും. അവിടുത്തെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, ഫ്രീ ആയിട്ടുള്ള ടൈംസൊക്കെ വളരെ കുറച്ചെന്ന് വെച്ചാൽ അവർ മാക്സിമം എഫേർട്ട് ഇട്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. To educate all members of the organization in continuous state of safety, mindless, and to take supervision, competent and intensely safely minded. നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ലേബേഴ്സിനും അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു അവബോധമുള്ള ആൾക്കാരാക്കി എടുക്കണം. അത് അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സൂപ്പർവൈസേഴ്സിൻ്റെയൊക്കെ ഒരു റോളായിട്ട് എടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ ഒരു പറഞ്ഞു കൊടുക്കുന്നതിലൂടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ നീഡ്സ് തന്നെ സോഷ്യൽ ബേസിസിലുണ്ട്, മാനേജ്മെൻറ്റ് ബേസിസിലുണ്ട്, ലീഗലി ഉണ്ട്, ഹ്യൂമാനിറ്റേറിയൻ ഉണ്ട്. സോഷ്യൽ നീഡ്സ്: ദ ആക്സിഡൻറ്റ്സ് കോസസ് സോഷ്യൽ ലോസസ് great magnitude in form of suffering, loss of earning capacity and cost due to disturbances to economic efficiency. ഈ സോഷ്യൽ നീഡ്സിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അവിടുത്തെ തന്നെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അയാൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അയാളുടെ ഫാമിലിയെ, ഇപ്പോൾ അയാൾക്ക് കുട്ടികളുണ്ട് എങ്കിൽ ആ കുട്ടികളെയൊക്കെ എഡ്യൂക്കേഷൻസ് സർക്കാരൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് സോഷ്യൽ നീഡിന്. ദെൻ മാനേജ്മെൻറ്റ് നീഡ്സ്. Management be a huge loss due to accidents. Cost of accidents is two types, direct and indirect cost. Indirect cost is several times more than direct cost. Direct costs include medical expenses, compensation to the injured or their families. And indirect cost means lost production time, productive time lost by an insured employee, productive time lost by employees, supervisors helping the accident victim, time to hire or train a worker to replace injured worker until they return to work, property damage, cost of completing paperwork generating by accidents. മാനേജ്മെൻറ്റ്സ് നീഡ്സിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാക്ടറിയുടെ ആ ഒരു സേഫ്റ്റി കറക്റ്റായിട്ടൊന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മെഷീൻ കേടാവുന്നു, ആ മെഷീൻ കേടായിട്ട് അതിന് തീ പിടിക്കുകയാണെന്ന് വിചാരിക്കാം. സോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ അത്യാവശ്യം നല്ല ലോസാണ് സംഭവിക്കുന്നത്. ആ മെഷീൻ കേടായി, മെഷീന് നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം പറ്റും. സോ അങ്ങനെ ഒരുപാട് ലോസസ് അവിടെ സംഭവിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് എക്സ്പെൻസ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോസ്റ്റിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റുമായിട്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന അവിടുത്തെ ലേബേഴ്സിന് ഉള്ള മെഡിക്കൽ എക്സ്പെൻസസും അതുപോലെ കോമ്പൻസേഷൻ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഡയറക്റ്റ് കോസ്റ്റിൽ വരും. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ബേസ് ചെയ്ത് വരുന്ന ലോസസ് ആണ്. ചിലപ്പോൾ ഒരു വർക്ക് എടുത്തിട്ട് ആ കറക്റ്റ് ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അതിലൊരു ലോസ് ഉണ്ടാവാം. മെഷീൻ കേടായിട്ട് ഒരുപാട് നാൾ അത് റിപ്പയർ ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം വേണ്ടി വരും, അതും ടൈമും ഒരു ലോസാണ്, മണി ഒരു ലോസാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇൻഡയറക്റ്റിൽ വരുന്നത്. ഓക്കെ, അതാണ് മാനേജ്മെൻറ്റ് നീഡ്സിൻ്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ, ലീഗൽ നീഡ്. ലീഗൽ നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോർട്ട് ത്രൂ പോകുന്ന, നിയമപരമായി പോകുന്നതാണ് ലീഗൽ ബേസിസിൽ വരുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഫാക്ടറി എടുക്കുന്നു, ഫാക്ടറിയിൽ ലേബേഴ്സ് നിൽക്കുന്നു, പക്ഷേ ലേബേഴ്സിന് കറക്റ്റായിട്ടുള്ള സേഫ്റ്റി ഷൂവും ഹെൽമെറ്റും ഒന്നും ആ ഒരു സ്ഥാപനം ഇൻഡസ്ട്രീസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് കാരണം ഒരു ആക്സിഡൻസ് ഒക്കെ വരുകയാണെങ്കിൽ അതിന് നമുക്ക് ലീഗൽ ബേസിസിൽ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ലീഗൽ നീഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹ്യൂമാനിറ്റേറിയൻ നീഡ്. ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ് മീൻസ് അതിൻ്റെ കറക്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ആ ആക്സിഡൻറ്റ് വിക്ടിമിനെ അവിടെ നിൽക്കുന്ന ആരെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യത്തില്ലേ, ഒരു ആംബുലൻസ് വിളിക്കുകയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഹ്യൂമാനിറ്റേറിയൻ നീഡ്. നെക്സ്റ്റ് വൺ, സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റിയിൽ സേഫ്റ്റി, ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി ഇത് മൂന്നും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ സേഫ്റ്റി, ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നുള്ള പ്രോഡക്ട്സിന് നല്ല ഗുഡ് പ്രോഡക്ട്സ് ആയിരിക്കും ആ ഓർഗനൈസേഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ലിങ്ക് എന്ന് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷൻ എന്ന് ഉദ്ദേശിച്ചത്. സേഫ്റ്റി, ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി ഇൻ്റർ കണക്റ്റഡ് ആണ്. സേഫ്റ്റി improves quality and productivity. When operations are unsafe, they aren't well managed. Quality and productivity both suffer when employees are under stress, unsatisfied,
or unable to complete their mission. ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കറക്റ്റായിട്ട് കിട്ടിയില്ല എങ്കിൽ കറക്റ്റൊരു നമുക്കൊരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടണം എന്നില്ല. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്നവരായിരിക്കും. മീൻസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രഷർ കൂടുതൽ ചെലുത്തുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർക്ക് പ്രഷർ എന്നൊക്കെ പറയില്ലേ, അത് കൂടുതലുണ്ടെങ്കിൽ, അതുപോലെ അവരെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ട് നടക്കാതെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് അതിൻ്റെ പ്രൊഡക്ഷൻ ബേസിസിൽ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട്. But when business are safe, it frees up employees to focus on their quality and their productivity. നമ്മുടെ ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പം അത്യാവശ്യം സേഫ് ആണ് എങ്കിൽ അവിടുത്തെ ലേബേഴ്സിനെന്ന് പറയുമ്പോൾ വേറെ ജോലി ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ പേടി ഉണ്ടാവില്ല. സോ ആ സമയത്ത് പ്രൊഡക്ഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ആൻഡ് ദ സേഫർ ദ ഓർഗനൈസേഷൻ ഈസ് ലെസ് frequently the organization will experience large scale disruptions. ഒരു ഓർഗനൈസേഷൻ നമ്മൾ എടുക്കുകയാണ്, അത് എത്രത്തോളം സേഫ് ആകുന്നു അത്രത്തോളം തന്നെ ആക്സിഡൻസ് കുറയാനുള്ള ചാൻസസും അവിടെ ഒരുപാടാണ്. അപ്പോൾ ഈ ആക്സിഡൻസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻസ് കൂടും. ആക്സിഡൻസ് കുറയ്ക്കണമെങ്കിൽ സേഫായിട്ടുള്ള ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഒബേ ചെയ്യുകയും വേണം. Quality improves safety and productivity. Safety is a measure of consciousness and proactiveness. ഈ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതും അല്ലെങ്കിൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആ ഒരു കറക്റ്റ് രീതിക്ക് പോവുകയാണെങ്കിൽ സേഫ്റ്റി നമുക്ക് അവിടെ ഒരു എൻഷുർ ചെയ്യാൻ പറ്റും. High quality work means better results and better products. The higher quality the work, the fewer reworks are needed and the greater overall productivity. നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഹൈ ക്വാളിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ടും നല്ല രീതിയിലായിരിക്കും വരുന്നത്. ഒരു ബെറ്റർ പ്രൊഡക്ഷനും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഹൈ ക്വാളിറ്റി വർക്ക് ആണെങ്കിൽ നമുക്ക് അതിനെ റീവർക്ക്സ് ചെയ്യേണ്ട ആവശ്യം വളരെ കുറവായിട്ട് മാത്രമേ വരുള്ളൂ. ഓവറോൾ നല്ലൊരു പ്രൊഡക്ഷൻ കാര്യങ്ങളും ആയിരിക്കും ഉണ്ടാവുന്നത്. When quality is high for the business, it can be assumed the standards for the business are generally high, including safety equipment, safety software and safety process. നമ്മൾ ഹൈ ക്വാളിറ്റി വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ജോബിലുള്ള ക്വാളിറ്റി കൂടി വരും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജോലിയുടെ ആ ഒരു ക്വാളിറ്റി കൂടും. ആ കൂടുന്ന അനുസരിച്ച് തന്നെ ക്വാളിറ്റി കൂടുമ്പോൾ തന്നെ അവിടെ എന്തിൻ്റെ കാര്യങ്ങളും കൂടെ വരുന്നതാണ്? ആ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ സേഫ്റ്റി, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സേഫ്റ്റി, അതുപോലെ നമുക്ക് സേഫ്റ്റി ബേസ് ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സ്, ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രി എടുക്കുകയാണ്. ഇൻഡസ്ട്രി എടുക്കുന്ന സമയത്ത് അവിടുത്തെ ക്വാളിറ്റി ബെറ്റർ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു സേഫായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, അതുപോലെ സോഫ്റ്റ്വെയർസ്, അവിടുത്തെ ആ പ്രോസസ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും. അതാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി മീൻസ് ഇംപ്രൂവ്സ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. ദ മോർ പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് ആർ, ദ ലെസ് ലൈക്ലി ദേ ആർ to cut corners on things like safety process, and the more likely they are to put extra attention into the quality of their work. ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് മോർ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു എംപ്ലോയീസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തെറ്റിക്കാതെ കറക്റ്റ് നല്ല ശ്രദ്ധിച്ച് തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് തന്നെയായിരിക്കും ലഭിക്കുന്നത്. Workplace productivity refers to the amount of work accomplished by employees over a given period. Productivity levels can be measured by comparing input and work output. Having a workforce that is engaged and committed can help maximize productivity. വേറൊന്നുമല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വർക്ക് പ്ലേസിലെ, അപ്പോൾ വർക്ക് പ്ലേസിലുള്ള ഈ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു വർക്ക് കൊടുക്കുന്നു, അവർക്ക് ഇത്ര ഒരു പെർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിനകം തന്നെ അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരണം, എങ്കിലേ അത് കറക്റ്റ് പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ള കാര്യം നമുക്കവിടെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നതും അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്, അതും കൂടെ അതിൻ്റെയൊക്കെ ഡിഫറൻസ് നമ്മൾ എടുത്തു നോക്കും. എടുത്തു നോക്കിയിട്ടൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്.
ജോലിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അതുപോലെ ആക്സിഡൻസ് കൂടെ ഒക്കെ ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ പറയുന്ന ആ ഒരു ടൈമിനകം തന്നെ നമുക്കെല്ലാം സെറ്റ് ചെയ്യാനും പറ്റും. ദെൻ വർക്ക് പ്ലേസ് പ്രൊഡക്ടിവിറ്റി ഈസ് ഡിപ്പെൻഡഡ് ഓൺ എംപ്ലോയീ സേഫ്റ്റി. നമ്മുടെ വർക്ക് പ്ലേസിലുള്ള ആ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ലേബേഴ്സിൻ്റെ സേഫ്റ്റിയെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എംപ്ലോയീസ് ഷുഡ് പുട്ട് സേഫ്റ്റി ഫസ്റ്റ് ബിഫോർ ഫോക്കസിങ് ഓൺ പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസ് ഈ പ്രൊഡക്ഷനിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, അതിനു മുന്നേ തന്നെ അവർ സേഫ്റ്റിക്ക് പ്രൈമറി ആയിട്ട് അവരെ സേഫ്റ്റിയും നല്ല രീതിയിൽ തന്നെ നോക്കണം. ഓക്കെ, അതുപോലെ ഇൻക്രീസിങ് സേഫ്ലി ഇൻ ദ വർക്ക് പ്ലേസ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി. അത് നമ്മൾ ആദ്യത്തെ സ്ലൈഡ് മുതലേ പറയുന്നതാണ്. ആൻഡ് അൺസേഫ് വർക്ക് എൻവയോൺമെൻറ്റ് ലോവേഴ്സ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്റ്റീവ് വർക്ക് പ്ലേസ്: increased performance, improved employee engagement, greater fulfillment and purpose, promotes a healthy work culture, better revenue generation. Accident is an unplanned and uncontrolled event. Accident എന്ന് പറയുന്നത് ഒരു അൺപ്ലാൻഡ് അതുപോലെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. ഈ ഒരു ആക്സിഡൻസ് കാരണം നമുക്ക് ഇഞ്ചുറി സംഭവിക്കാം, അതുപോലെ തന്നെ ഡെത്ത് സംഭവിക്കാം, പ്രോപ്പർട്ടി ഡാമേജും ഒക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് എന്ന് പറയുമ്പോൾ അത് ഒന്നേ നമ്മുടെ അശ്രദ്ധ കാരണമായിരിക്കും, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ കാരണമായിരിക്കും, ഇല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ എഫക്റ്റ് കാരണമൊക്കെ ആക്സിഡൻറ്റ് സംഭവിക്കാം. എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്കൊരു ആക്സിഡൻറ്റ് ചിലപ്പോൾ ഇലക്ട്രിക് കറണ്ടിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെഷീനിൽ ഫിംഗർ കട്ട് ചെയ്യുന്നത് അതൊരു ആക്സിഡൻ്റ് ആണ്. അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ബ്ലാസ്റ്റ് സംഭവിക്കുന്നതൊക്കെ ആക്സിഡൻസിന് എക്സാമ്പിളാണ്. ഇനി ഈ ആക്സിഡൻറ്റിനെ കുറിച്ച് തന്നെ അമേരിക്കൻ സേഫ്റ്റി കൗൺസിൽസ് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ആക്സിഡൻസ് എന്ന് പറയുമ്പോൾ അതൊരു സീക്വൻസ് ഓഫ് ഇവൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒക്കറൻസ് എന്നാണ് അമേരിക്കൻ സേഫ്റ്റി കൗൺസിൽസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കാരണം ഇഞ്ചുറീസ്, ഡെത്ത്, പ്രോപ്പർട്ടി ഡാമേജസ് ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഹെൻറിച്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ഇപ്പോൾ ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു അൺപ്ലാൻഡ് ആണ്, അതുപോലെ അൺകൺട്രോൾഡ് ആണ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. അത് എങ്ങനെയൊക്കെ സംഭവിക്കാം? ഒരു ഒബ്ജക്റ്റ് കൊണ്ടോ, ഒരു പേഴ്സണായി കൊണ്ടോ, അല്ലെങ്കിൽ റേഡിയേഷൻസ് കൊണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാം. ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺപ്ലാൻഡ് ആൻഡ് അൺകൺട്രോൾഡ്. ഇത് ഹെൻറിച്ച് ആണ്, ഇത് പറഞ്ഞ ആൾ ഹെൻറിച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ആക്സിഡൻസിൻ്റെ തിയറി പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ്സ് മെയിൻലി ടു ടൈപ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. Is direct is insured cost and uninsured cost, same as indirect insured and uninsured cost. Direct cost: workman's compensation, medical cost, indemnity payment and fines and litigation cost. ഇതിൽ ലിറ്റിഗേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ലീഗലി പോകുന്ന സമയത്ത് നമുക്ക് ചിലവാകുന്ന എമൗണ്ടാണ് ലിറ്റിഗേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡെംനിറ്റി പേയ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻസ് കാരണം കോമ്പൻസേഷൻ എമൗണ്ടൊക്കെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലേബറിന് ആക്സിഡൻറ്റ് പറ്റി, അപ്പോൾ അയാൾക്ക് അയാളുടെ ചിലവിന് വേണ്ടി കൊടുക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. കോമ്പൻസേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല കറക്റ്റായിട്ട്, എന്ന് വെച്ചാൽ അയാളുടെ ചിലവുകൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഇൻഡെംനിറ്റി പേയ്മെൻറ്റിൽ വരുന്നത്. ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻസ് ആണ് എഗെയിൻസ്റ്റ് ലോസ് ഓർ ദെയർ ഫിനാൻഷ്യൽ ബർഡൻ. ഐസ്ബർഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ 4:1 ബേസ് ചെയ്ത് ഇൻഡയറക്റ്റ് കോസ്റ്റ് 4 ആൻഡ് ഡയറക്റ്റ് കോസ്റ്റ് ഈസ് 1 എന്നുള്ളൊരു കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. On average, the indirect cost of accidents exceed the direct cost by 4:1 ratio.